ചരിത്രം മറക്കരുത് എപ്പിസോഡ് 8. കായിക രംഗത്ത് പ്രത്യേകിച്ച് അത്ലറ്റിക്സിൽ പേരെടുത്ത ഒട്ടേറെ പ്രതിഭകൾക്ക് ജന്മം കൊടുത്ത നാടാണ് കേരളം. ഫുട്ബോളും വോളിബോളും ഉൾപ്പെടെയുള്ള കായിക ഇനങ്ങളിലും നാം പിന്നിലായിരുന്നില്ല. ഒളിമ്പിക്സിൽ വരെ നമുക്ക് വെന്നിക്കൊടി പാറിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ കേരളത്തിലെ കായിക സ്നേഹികൾ നിരന്തരം ആവശ്യപ്പെട്ടിരുന്ന ഒന്നായിരുന്നു മെച്ചപ്പെട്ട സ്റ്റേഡിയങ്ങൾ. KM ബീനാമോളും പ്രീജ ശ്രീധരനും പോലുള്ള ഓട്ടക്കാരികൾ ഓടിപ്പടിച്ചത് സിന്തറ്റിക് ട്രാക്കുകളിലായിരുന്നില്ല, സാധാരണ മൈതാനങ്ങളിലും റോഡുകളിലുമായിരുന്നു. അവരൊക്കെ ഒളിമ്പിക്സിലും ഏഷ്യൻ ഗെയിംസിലും ഒക്കെ മെഡലുകൾ നേടിയപ്പോൾ നാം നമ്മുടെ മൈതാനങ്ങളെ പറ്റി ആശങ്കപ്പെട്ടുകൊണ്ടേയിരുന്നു. മെച്ചപ്പെട്ട മൈതാനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവരൊക്കെ എത്ര വലിയ ഒട്ടക്കാരികളാകുമായിരുന്നു എന്ന് മാധ്യമങ്ങൾ നമ്മോട് നിരന്തരം ചോദിച്ചു. അവരോടൊപ്പം വേറെയും എത്രയോ കായിക പ്രതിഭകളെ വാർത്തെടുക്കാൻ നമുക്കാകുമായിരുന്നുവെന്ന് കായിക പ്രേമികളും രോഷം കൊണ്ടു. 2016 ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരം ഏറ്റെടുക്കുമ്പോൾ കേരളത്തിൽ എണ്ണം പറഞ്ഞതെന്ന് പറയാൻ 10ഓളം സ്റ്റേഡിയങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിൽ സിന്തറ്റിക് ട്രാക്കൊക്കെ ചുരുക്കം ചിലതിൽ മാത്രം. സ്പോർട്സ് സ്കൂളുകൾക്കും മറ്റും ചിലയിടത്ത് മികച്ച മൈതാനങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ കായിക പ്രതിഭകളെ വാർത്തെടുക്കാനല്ലാതെ കണ്ടെത്താൻ അവ ഉപകരിക്കില്ലല്ലോ. അങ്ങനെ കണ്ടെത്തണമെങ്കിൽ അതിന് ഗ്രാമീണ മേഖലകളിൽ വരെ സ്റ്റേഡിയങ്ങൾ വേണം. അവിടെയാണ് സംസ്ഥാന സർക്കാരിന് കൂട്ടായി കിഫ്ബി എത്തുന്നത്. കിഫ്ബിയുടെ ധനസഹായത്തോടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മികച്ച സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കപ്പെട്ടു. അവയിൽ നല്ല പങ്കും സിന്തറ്റിക് ട്രാക്കുകൾ ഉള്ളവയാണ്. ആധുനിക രീതിയിൽ നിർമ്മിച്ച പ്രസ്തുത സ്റ്റേഡിയങ്ങളാണ് സമീപമുള്ള സ്കൂളുകളും ക്ലബ്ബുകളുമൊക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ചരൽക്കല്ലുകളും കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളിലും മൈതാനങ്ങളിലുമല്ല നമ്മുടെ ഇന്നത്തെ യുവതലമുറ കായിക ഇനങ്ങൾ അഭ്യസിക്കുന്നത്. ഇടതുപക്ഷ സർക്കാർ അവർക്കായി ഒരുക്കിക്കൊടുത്ത ഒന്നാം തരം സ്റ്റേഡിയങ്ങളിലാണെന്ന് നമുക്ക് അഭിമാനത്തോടെ തല ഉയർത്തി ഇനി പറയാനാകും. ഒരു കാലത്ത് കേരളത്തിൽ മെച്ചപ്പെട്ട സ്റ്റേഡിയങ്ങൾ ഇല്ലെന്ന് പറഞ്ഞ് കരഞ്ഞവരൊന്നും ഈ നേട്ടം കാണുന്നില്ല. അവർക്കൊക്കെ താല്പര്യം ആ നേട്ടങ്ങളിലേക്ക് നയിച്ച കിഫ്ബിയെയും ഇടതുപക്ഷ സർക്കാരിനെയും കുറ്റം പറയാനും ആക്ഷേപിക്കാനുമാണ്. എന്തായാലും കായിക കേരളത്തെ സ്നേഹിക്കുന്നവരൊക്കെ ഇനിയും ഈ സ്റ്റേഡിയങ്ങൾ എങ്ങനെ ഉരുത്തിരിഞ്ഞു, എങ്ങനെ ഉണ്ടായി വന്നു എന്നുള്ള ചരിത്രം മറക്കരുത്. ചരിത്രം ഓർമ്മിക്കാനുള്ളതാണ്.